ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്കിലെ 1ാമത്തെ ഭാഗമാണ്. ആവറേജ് അഥവാ ശരാശരി എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഞാനിവിടെ ഒരു ചെറിയ എക്സാമ്പിൾ തരാം. അതായത് നമുക്ക് മാർക്ക് തന്നെ എടുക്കാം. ഞാനിവിടെ 5 വിഷയങ്ങളുടെ മാർക്ക് ഔട്ട് ഓഫ് 10ലാണ് 10 ഒരു ക്ലാസ് ടെസ്റ്റിൻ്റെ മാർക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിന് 2, മലയാളത്തിന് 7, മാത്സിന് 9, സയൻസിന് 8, സോഷ്യലിന് 6 മാർക്കുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ശരാശരി അഥവാ ആവറേജ് കാണാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം കൂടെ കൂട്ടും അല്ലെ. കൂട്ടിയിട്ട് എത്ര വിഷയമുണ്ടോ എണ്ണം കൊണ്ട് ഹരിക്കണം അല്ലെ. ഇപ്പൊ 2, 7, 9, 8, 6 കൂടെ കൂട്ടണം. 2 + 7 + 9 + 8 + 6 ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. ഇവിടെ എത്ര വിഷയങ്ങളുണ്ട്? 1, 2, 3, 4, 5. 5 വിഷയങ്ങളായതുകൊണ്ട് 5 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആവറേജ് അഥവാ ശരാശരി അല്ല. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിക്കേ. 32 കിട്ടും. 32നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 30നകത്ത് 5 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. മിച്ചം 2 വന്നു. അപ്പൊ 20നകത്ത് 5 4 പ്രാവശ്യം. 6.4 നമ്മുടെ ശരാശരി അഥവാ ആവറേജ്. ഇനി ഈ കുട്ടിക്ക് 6.4 മാർക്ക് ശരാശരി കിട്ടിയപ്പോൾ അതിന്റെ ഏകദേശം 6 നമുക്ക് പറയാം. 6 മാർക്ക് എല്ലാ വിഷയത്തിനും കിട്ടി എന്ന് പറയാൻ പറ്റുമോ? 6 6 കൂടുതൽ, ഇപ്പൊ 6.4 ഉണ്ടല്ലോ, 6 കൂടുതലോ മാർക്ക് കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ല, 6നോട് അടുത്ത് മാർക്ക് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഇംഗ്ലീഷിന് 2 മാർക്കേ ഉള്ളൂ. 10ൽ 2 മാർക്ക് എന്ന് പറഞ്ഞപ്പോൾ കുട്ടി ജയിച്ചിട്ടില്ല. അപ്പോൾ ഇംഗ്ലീഷ് ടീച്ചർ സമ്മതിക്കത്തുമില്ല അവന് 6 മാർക്ക് കിട്ടി എന്ന്, അല്ലെ 6ന്റെ അടുത്ത് മാർക്ക് കിട്ടി എന്ന് സമ്മതിക്കത്തില്ല അല്ലെ. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ ആവറേജ്, ശരിയായ ശരാശരിയാണോ? അല്ല. ഇറ്റ്സ് നോട്ട് എ കറക്റ്റ് ആവറേജ് അല്ലെ. ഇനി നമുക്ക് ആവറേജിന്റെ വേറൊരു പേരാണ് മീൻ അഥവാ മാധ്യം. ഇതാണ് നമ്മൾ ഈ വർഷം പഠിക്കുന്ന പേര്, മീൻ അഥവാ മാധ്യം. അപ്പൊ മീൻ കാണാനായിട്ട് എന്താ ചെയ്യുന്നത്? സം ഓഫ് ദി ഒബ്സർവേഷൻ, നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഡേറ്റാസ് കൂട്ടണം. സം ഓഫ് ദി ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അതായത് ആകെ തുക ബൈ ആകെ എണ്ണം. ആകെ തുക ബൈ ആകെ എണ്ണമാണ് എന്ത്? മാധ്യം. മനസ്സിലായോ? ഇനി വേറൊരു ആവറേജും കൂടെ നമുക്ക് പഠിക്കാം. ഈ വർഷം പഠിക്കുന്നത് മീഡിയൻ അഥവാ മധ്യമം. മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റാസ് തന്നെ എടുക്കാം. 2, 7, 9, 8, 6. മീഡിയൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ആരോഹണക്രമം, ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആരോഹണക്രമം. അപ്പൊ ഇവിടെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുമ്പോൾ ഏറ്റവും ചെറുത് എന്താണ്? 2 ആണ്. പിന്നെ അതിന്റെ വലുത് 6, പിന്നെ 7, 8, 9. ഇവിടെ ആകെ ഒബ്സർവേഷൻസ്, ആകെ തന്നിരിക്കുന്ന മാർക്കുകൾ 5 എണ്ണമാണ്. അതായത് ഓഡ് നമ്പറാണ്. ഓഡ് അഥവാ ഒറ്റ സംഖ്യയാണ് അല്ലെ. ഒറ്റ സംഖ്യ വരുമ്പോൾ ഇങ്ങനെ ആരോഹണ ക്രമത്തിൽ അഥവാ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് നടുക്കത്തത് എടുക്കുമ്പം എന്തു വന്നോളും? മീഡിയൻ അഥവാ മധ്യമം കിട്ടും. ഇനി നമ്മുടെ കയ്യിൽ ഒരു ഒബ്സർവേഷനും കൂടെ ഉണ്ട്. അതായത് 6 ഒബ്സർവേഷൻസ് ഉണ്ട്. 9 കഴിഞ്ഞിട്ട് 10 കൂടെ എടുത്തു. ആരോഹണ ക്രമത്തിൽ എഴുതി അസെൻഡിങ് ഓർഡറിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. വലുതിൽ നിന്ന് ചെറുതെടുത്താലും കുഴപ്പമില്ല, ചെറുതിൽ നിന്ന് വലുത് എടുത്തു. അപ്പോൾ ഇവിടെ നടുക്ക് 2 എണ്ണം കിടപ്പുണ്ട് അല്ലെ. ഈ 2 എണ്ണം കൂടെ കൂട്ടിയിട്ട് പകുതി കണ്ടാൽ മതി. അതായത് ഈ 2 എണ്ണത്തിന്റെയും കൂടെ മാധ്യം അഥവാ മീൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മീഡിയൻ കിട്ടും. അപ്പൊ 7ഉം 8ഉം കൂടെ കൂട്ടുക 15. 15ന്റെ പകുതി എന്ന് പറയുമ്പോൾ 7.5 ആണ് നമ്മുടെ മധ്യമം അഥവാ മീഡിയൻ.
അപ്പം മീഡിയൻ അഥവാ മധ്യമം കാണാനായിട്ട് അസെൻഡിങ് ഓർഡറിൽ എഴുതുക. പിന്നെ എന്താ, ഇഫ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഈസ് ഓഡ് അഥവാ ഒറ്റ സംഖ്യ ആണെങ്കിൽ മീഡിയൻ എന്താണ്? മിഡ് വാല്യൂ, നടുക്കത്തതാണ് മീഡിയൻ. ഇനി നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഈവൻ അഥവാ ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്തെഴുതണം? മീൻ ഓഫ് ദ മിഡിൽ ഒബ്സർവേഷൻസ്. മിഡിൽ ഒബ്സർവേഷൻസ് കണ്ടു കഴിയുമ്പോൾ എന്ത് കിട്ടിക്കോളും? മധ്യമം അഥവാ മാധ്യം, അതായത് നടുക്ക് കിടക്കുന്ന 2 വാല്യൂകൾ വരും, അവ കൂട്ടിയിട്ട് പകുതി കാണുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മധ്യമം കിട്ടും. എങ്ങനെയാണെങ്കിൽ എണ്ണം നോക്കുക, എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. അത് ഇരട്ട സംഖ്യ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പൊ നമുക്ക് പേജ് നമ്പർ 279 ഒന്നാമത്തെ ചോദ്യം ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ അഭിരാഗ് ഇൻ ലോങ് ജംപ് പ്രാക്ടീസ് ആർ 6.10, 6.20, 6.18, 6.20, 6.25, 6.21, 6.15, 6.10 in meters. Find the mean and median. Why is it that there is not much difference between these? അതായത് ഇവിടെ ഈ കുട്ടി ലോങ് ജംപ് പ്രാക്ടീസ് ചെയ്തപ്പോൾ കിട്ടിയ അളവുകൾ മീറ്ററിൽ തന്നിരിക്കുകയാണ്. ഇവിടെ മധ്യമവും മാധ്യവും കണ്ടുപിടിക്കണം, രണ്ടും കണ്ടുപിടിക്കണം. ഇവിടെ വലിയ വ്യത്യാസം വരാഞ്ഞത് എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒബ്സർവേഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. മീനും മീഡിയനും അഥവാ മാധ്യവും മധ്യമവും കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ തന്നിരിക്കുന്ന ആകെ ഒബ്സർവേഷൻസ് എത്രയാണെന്ന് എണ്ണി നോക്കാൻ പോണ്. 1, 2, 3, 4, 5, 6, 7, 8 ഒബ്സർവേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഞാനിവിടെ അറേഞ്ച് ചെയ്ത്, അതായത് നമ്മൾ എഴുതി കൂട്ടുമ്പോൾ മീൻ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. മീൻ അഥവാ മാധ്യം. ടോട്ടൽ സമ്മിന് സം ഓഫ് ദി ഒബ്സർവേഷൻസ് എഴുതി ഇന്നില്ലേലും കുഴപ്പമില്ല, ടോട്ടൽ നമ്പർ കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. അപ്പൊ സം കാണാൻ വേണ്ടി നമ്മൾ എഴുതി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ എഴുതി കൂട്ടുമ്പോൾ തന്നെ ആരോഹണ ക്രമത്തിൽ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആഡ് ചെയ്യണം. കാരണം നമുക്ക് രണ്ടും കണ്ടുപിടിക്കണം, മീനും മീഡിയനും കണ്ടുപിടിക്കണം. അപ്പൊ പിന്നെ ഒന്നാമത് അറേഞ്ച് ചെയ്യുന്നതിന് പകരം ആദ്യം തന്നെ ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ചെറുത് 6.10 ആണ്. അപ്പൊ 6.10 ദശാംശ സംഖ്യകൾ എങ്ങനെയാണ് എഴുതി കൂട്ടേണ്ടത് നമുക്കറിയാം. ദശാംശ ബിന്ദു നേരെ താഴെ വരണം. അപ്പൊ ഇവിടെ 2 പ്രാവശ്യം 6.10, തുടക്കവും അവസാനവും 6.10 ആണ്. അപ്പൊ 2 പ്രാവശ്യം എഴുതണം. പിന്നെ 10 കഴിഞ്ഞിട്ട് അടുത്ത 15 ആണ്, 6.15. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന 18, പിന്നെ 6.20 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ 2 പ്രാവശ്യം എഴുതണം. പിന്നെ 6.21, പിന്നെ 6.25. ഒന്ന് എണ്ണി നോക്കണം. എഴുതി കഴിയുമ്പോൾ എല്ലാ വായൊന്നും 3, 6, 8 എണ്ണവും വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുക. കൂട്ടുമ്പോൾ എങ്ങനെയാ കൂട്ടേണ്ടത്? ഇവിടെ നിന്ന് തുടങ്ങണം, കൂട്ടി ഉത്തരം എഴുതി മിച്ചം വരുന്ന മുകളിൽ എഴുതുക. ഇതെല്ലാം കൂടെ കൂട്ടുക, ദശാംശ ബിന്ദു എഴുതുക, എന്നിട്ട് 6 എല്ലാം കൂടെ കൂട്ടുക അല്ലെ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 49.39 എന്ന് വരും. അപ്പൊ ആ സമ്മിനെ 49.39 നമുക്ക് എന്തുകൊണ്ട് ഹരിക്കണം? എണ്ണം കൊണ്ട് ഹരിക്കണം. ടോട്ടൽ 8 എണ്ണമാണ്. നമുക്ക് ദശാംശത്തിന് ശേഷം 2 അക്കം മതി. അപ്പൊ ഹരിക്കുമ്പോൾ 6.17 കിട്ടി. അപ്പൊ മീൻ അഥവാ മാധ്യം എന്ന് പറഞ്ഞ 6.17 മീറ്റർ ആണ് കിട്ടിയല്ലോ. ഇനി മീഡിയൻ കാണണം അല്ലെ. മീഡിയൻ അഥവാ മധ്യമം കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം അസെൻഡിങ് ഓർഡർ അഥവാ ആരോഹണ ക്രമത്തിൽ എഴുതണം. ഇവിടെ ഓൾറെഡി ആരോഹണ ക്രമത്തിൽ എഴുതി. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ടോട്ടൽ എണ്ണം 8 എണ്ണമാണ്. 8 ഇരട്ട സംഖ്യ ആയതുകൊണ്ട് നടുക്കത്തെ 2 എണ്ണം എടുക്കണം. അപ്പൊ നടുക്ക് കിടക്കുന്ന 2 ഒബ്സർവേഷൻസ് ആണ് 6.18ഉം 6.20 നടുക്ക് കിടക്കുന്നത് അല്ലെ. അപ്പൊ അവ തമ്മിൽ കൂട്ടണം. അതായത് 6.18ഉം 6.20 കൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി കാണുക. അതായത് ഇതിന്റെ മാധ്യം കാണുക. ഈ 2 എണ്ണത്തിന്റെ മാധ്യം കാണുക. അപ്പോൾ ഇവിടെ 6.18ഉം 6.20ന്റെയും നടുക്കത്തെ വാല്യൂ കിട്ടത്തുള്ളൂ. 6.19 ആണ്. മീറ്റർ ആണ് എന്ത്?
മീഡിയൻ അഥവാ മധ്യമം. ഇവ തമ്മിൽ വലിയ വ്യത്യാസമില്ല അല്ലെ, മധ്യമവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. കാരണം എന്താണ്, അതാണ് ചോദിച്ചിരിക്കുന്നത്, വൈ. അപ്പൊ ഇവിടെ ഈ ഒബ്സർവേഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാം 6 പോയിന്റാണ് അല്ലെ. അപ്പൊ ഈ വശത്ത് അക്കത്തിന് വ്യത്യാസമില്ല. അതേപോലെ 10, 15, 18, 20, 25 വരെ, 10 മുതൽ 15 വരെ 25 വരെയുള്ള ഇടയ്ക്ക് തന്നെയാണ് കിടക്കുന്നത് നമ്പേഴ്സ് എല്ലാം. അപ്പൊ ഇവയ്ക്ക് തമ്മിൽ വലിയ വ്യത്യാസം വരികയില്ല. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.